എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കതിൻ്റെ സവോള, വലിയുള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. എങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നത് നോക്കാം. ഇതിപ്പോൾ രണ്ട് വശം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും സമയം എടുക്കുമല്ലോ. മുളകം വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ കട്ടായിട്ട് മുറിക്കുക. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ മുളത്തെ ഒരു ഭാഗം നമുക്ക് എളുപ്പം എടുത്ത് കളയാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് ഇങ്ങനെ സെൻറ്ററിൽ കീറിയിട്ട് ഇങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വെന്തെടുക്കാൻ ഇച്ചിരി സമയമെടുക്കും. ഇതൊന്ന് വെന്തെടുക്കാനുള്ള അല്പം സമയം എടുക്കുള്ളൂ. അപ്പോൾ അത് കൂടാതെ എളുപ്പം വേകാനുള്ള രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. ചെറുതായിട്ട് വരഞ്ഞതിന് ശേഷം ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. മറ്റുള്ള ഇതെല്ലാം കൂടെ വഴറ്റുമ്പോൾ തന്നെ ഇതും കൂടെ പെട്ടെന്ന് വരും. ഇത് കണ്ടില്ലേ, ഇതും അതും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ ഈ ചെറുതായിട്ടുള്ള രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ചിക്കൻ നമ്മുടെ എല്ലാം വൃത്തിയായി കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. അതുപോലെ ഉള്ളിയും എല്ലാം വൃത്തിയായിട്ട് അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് പാകത്തിന്. ഇനി നമുക്ക് മറ്റേ മസാലയെല്ലാം റെഡിയാക്കാം. നമുക്ക് സവോള വഴറ്റിയെടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വലിയുള്ളി ഇടാം. വെളുത്തുള്ളി ഇഞ്ചി ഇടാം. കറിവേപ്പില കുറച്ച് കൂടുതൽ നടക്കട്ടെ. ഇനി മുളക് പൊടി ചേർക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളകും കൂടെ ചേർത്ത് നമുക്കൊന്ന് വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കാം. സവോളയെല്ലാം പാകത്തിനായി. ഇനി നമുക്ക് ചിക്കൻ ഇടാം. നമുക്ക് കുറച്ച് മസാല കൂടെ ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. നമുക്കിനി കുറച്ച് ഉപ്പും കൂടി ഇടാം. 2 പ്രാവശ്യം ആയാലും കുഴപ്പമില്ല, പാകം നോക്കി മാത്രം ഇടാം. ഒന്ന് മിക്സ് ചെയ്ത് മസാലയെല്ലാം ശരിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കിടന്ന് ഈ മസാലയിൽ കിടന്ന് അരപ്പിൽ കിടന്ന് വേഗം നമുക്ക് നോക്കാം എവിടെ വരെ ആയെന്നറിയണ്ടേ. നല്ലോണം മസാലയെല്ലാം പിടിച്ചു. അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി ഇവിടെ പൂർണ്ണമായി. മറ്റുള്ള വീഡിയോകളെല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് കഴിയും. താങ്ക് യു.